മാർക്കറ്റ് കഴിഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നതെന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വീഡിയോ കുറച്ച് ലോങ് ആയി പോകുന്നുണ്ടോ എന്നൊരു സംശയം. മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ആണ്, നിങ്ങൾ അവിടെ പോയിട്ട് സെല്ല് ചെയ്യുമോ? ഒരു കാരണവശാലും നിങ്ങൾ സെല്ല് ചെയ്യില്ല. എങ്ങനെയാണ് നമ്മൾ ബൈ ചെയ്യരുത് എന്നുള്ള കാര്യമാണ് പലരും പറഞ്ഞു തരാത്തത്, പലരും നിങ്ങളെ പഠിപ്പിക്കാത്തത്. കാരണം കോഴ്സ് വിൽക്കാനായിട്ട് അവിടെ കഴിഞ്ഞു പോയ ചാട്ടിൽ നിന്ന് പറയാം, നമുക്ക് അവിടെ ബൈ ചെയ്താൽ മതിയായിരുന്നു, ഇവിടെ ബൈ ചെയ്താൽ മതിയായിരുന്നു. ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രേഡിങ്ങിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു ഫേസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിൻ്റെ കുഴപ്പമാണ്. അത് വേറൊന്നുമല്ല, ടെക്നിക്കൽ അനലൈസ് തന്നെ. ഈ ഒരു പ്ലെയിൻ ചാർട്ട് കണ്ടിട്ട്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്ലെയിൻ ചാർട്ട് കണ്ടിട്ട് മാർക്കറ്റ് മേലേക്ക് പോകുമോ താഴത്തേക്ക് പോകുമോ എന്നുള്ള ഗസ്സുകൾ നടത്തുകയാണ് പലരും ചെയ്യുന്നത്. മാർക്കറ്റ് മേലേക്ക് പോകുമോ താഴത്തേക്ക് വരുന്നത് വെറും ഗസ്സാണ് നടത്തുന്നത്. ആക്ച്വലി അതിന് വേണ്ടിയിട്ട് പലരും യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഒന്ന് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നോക്കും. ഇവിടെ റെസിസ്റ്റൻസ് ആൻഡ് നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് എടുക്കാനാണെങ്കിൽ അടുത്തത് ഇതൊരു ഈ ഒരു ലെവൽ സപ്പോർട്ടായിട്ട് എടുക്കും. അങ്ങനെ പല രീതിയിൽ. പിന്നെ നമുക്ക് ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ, ഇവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് നോക്കാനായിട്ടാണെങ്കിൽ ഇവിടെ ഇവിടെ സപ്പോർട്ടുണ്ട്. അതല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടിലേക്ക് പ്രൈസ് എത്തുമ്പോൾ ബൈ ചെയ്യുക, റെസിസ്റ്റൻസ് എത്തുമ്പോഴത്തേന് സെല്ല് ചെയ്യുക. ഈ ഒരു മെത്തേഡാണ് കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്തത്. SMC ആണെങ്കിലും ICT ആണെങ്കിലും എന്ത് കോൺസെപ്റ്റ് ആണെങ്കിലും ഈ ഒരു കാര്യം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫാൾസ് ആയിട്ടുള്ള പല സിഗ്നലുകൾ ഈ ടെക്നിക്കൽ അനലൈസ് തരും. ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, സപ്പോർട്ടിലേക്ക്, ലെറ്റ്സ് ഇതൊരു സപ്പോർട്ടാണെന്നിരിക്കുക, സപ്പോർട്ടിലേക്ക് പ്രൈസ് എത്തി കഴിഞ്ഞിട്ട് ഈ ഒരു പാറ്റേൺ കാണിക്കുമ്പോഴത്തേനും ബൈ ചെയ്യും. ഇവിടെ എൻട്രി എടുക്കും, ടാർഗറ്റ് വെക്കും, SL വെക്കും. ഇങ്ങനെയാണ് പൊതുവെ ആളുകൾ ചെയ്യുന്നത്. റെസിസ്റ്റൻസിലേക്ക് പ്രൈസ് എത്തുമ്പോൾ ഈ ഒരു പാറ്റേൺ നോക്കും. ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണേണ്ടതുണ്ടോ, ഈ ഒരു സ്ട്രക്ചർ കാണിച്ചു കണ്ടോ, റിവേഴ്സൽ പാറ്റേൺ ആയിരിക്കും പ്രൈസ് കാണിക്കുന്നത്. ഇത് തന്നെ പലയിടത്തും നിങ്ങൾക്ക് കാണാനായിട്ട് നമുക്കറിയാം. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഈ ഒരു സപ്പോർട്ടിലെല്ലാം പ്രൈസ് എത്തി, ഹൈ എടുത്തു, ലോ എടുത്തു, പ്രൈസ് കയറിപ്പോയി. പക്ഷേ ഇതിനൊക്കെ പല പ്രശ്നങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ ഈ ഒരു കുറച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിലേക്ക് വരച്ചിട്ട് ചാർട്ടിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. വർക്കാകും, പക്ഷേ വർക്കാകാത്ത കുറേ സിനാരിയോ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്, നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നങ്ങളാണ്. പക്ഷേ നിങ്ങൾ ഈ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പിൻ്റെ തന്നെ പ്രശ്നമാണ്. നിങ്ങൾ കാരണം ഒരു ബേസ് ഇല്ലാതെയാണ് പലരും ഈ ഒരു എന്താ പറയുക ഈ ഒരു മെത്തേഡ് ചാർട്ടിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് കഴിഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നതെന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ റീസൺസ് ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇത്രയും ലെവൽസൊക്കെ നമുക്ക് മതി. നമുക്ക് ഇവിടെ മുതൽ അങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടാണല്ലോ ഞാൻ ലെവൽസ് വരച്ചിരിക്കുന്നത്. കഴിഞ്ഞു പോയ ചാർട്ടിൽ നിന്ന് എടുത്തിട്ട് മാർക്കറ്റ് ആ ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയേ, മാർക്കറ്റ് ഇവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഇവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലെവലാണിത് അല്ലേ. മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഈ ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾ എന്ത് പാറ്റേൺ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു സപ്പോർട്ടിൽ ബൈ ചെയ്ത്, കഴിഞ്ഞു പോയ ചാർട്ടാണല്ലോ, കഴിഞ്ഞു പോയ ചാർട്ടിൽ അവിടെ ബൈ ചെയ്താൽ മതിയായിരുന്നു, ഇവിടെ ബൈ ചെയ്താൽ മതിയായിരുന്നു, ആർക്കും പറയാം. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ബൈ ചെയ്യരുത് എന്നുള്ള കാര്യമാണ് പലരും പറഞ്ഞു തരാത്തത്, പലരും നിങ്ങളെ പഠിപ്പിക്കാത്തത്. കാരണം കോഴ്സ് വിൽക്കാനായിട്ട് അവിടെ കഴിഞ്ഞു പോയ ചാർട്ടിൽ നിന്ന് പറയാം, നമുക്ക് അവിടെ ബൈ ചെയ്താൽ മതിയായിരുന്നു, ഇവിടെ ബൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നു. ഈ ലെവലിന് താഴെ ഷോർട്ട് ചെയ്ത്, ഓക്കെ, ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നേരെ കയറിപ്പോയി. ഇവിടെ നിങ്ങൾ വിചാരിക്കും അതിൻ്റെ അനാലിസിസ് തെറ്റായിരുന്നു. അത് കഴിയുമ്പോൾ മാർക്കറ്റ് നെക്സ്റ്റ് പോകുന്ന ഈ റെസിസ്റ്റൻസ് നമുക്ക് ഇതിൽ റെസിസ്റ്റൻസ് വിട്ടേക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ഈ സപ്പോർട്ട് തന്നെ നമുക്ക് എടുക്കാം. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് വീണ്ടും പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പ്രൈസ് റിയാക്ട് ചെയ്യുന്നു, എഗെയിൻ റിയാക്ട് ചെയ്യുന്നു, എഗെയിൻ റിയാക്ട് ചെയ്യുന്നു. നിങ്ങളിതിൽ ഏത് സപ്പോർട്ടിനെ ആയിരിക്കും, ഏത് ലെവലിൽ നിന്നായിരിക്കും നിങ്ങൾ ബൈ ചെയ്യുക? ഈ ഒരു ദിവസം നിങ്ങൾ മാർക്കറ്റിലുണ്ടെന്ന് വിചാരിക്കുക. മാർക്കറ്റ് ഇത് പകലാണ്, ഈ ഒരു സമയം മൊത്തം നിങ്ങൾ മാർക്കറ്റിലുണ്ട്. നിങ്ങൾ ഏത് ലെവലിൽ നിന്നായിരിക്കും ബൈ ചെയ്യുക? നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഷാർപ്പായിട്ടൊരു സെല്ലിങ് നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഷാർപ്പായിട്ട് സെല്ലിങ് നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ സെല്ലറാണുള്ളത് സെല്ലറാണുള്ളത് നേരെ അമ്മമാരുടെ കീഴേ പോയിട്ട് നമുക്ക് ബൈ എടുത്തു കഴിഞ്ഞാൽ അമ്മമാരെ അടിച്ച് നമ്മളെ തൂക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു, ഒരു പുൾ ബാക്ക് വന്നു, ഒരു സെല്ലിങ് വന്നു. പക്ഷേ
നിങ്ങൾക്ക് അതിലെന്തോ കാരണം കൊണ്ട് ഈ ലോ ബ്രേക്ക് ചെയ്യുകയോ ചെയ്തില്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ ഒരു കൺഫർമേഷനോടെ വെയിറ്റ് ചെയ്ത് എഗെയിൻ ഒരു ഹൈ കിട്ടി. ഈ ഒരു ലോ പൊതുവേ ഈ ഒരു സമയത്ത് പലരും ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും, പല ആളുകളും ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഷോർട്ട് ചെയ്ത ആൾക്കാരെന്താകും, ഇവിടെ ആയിരിക്കും എസ് എൽ ഇട്ടേക്കുക. ഇവിടെ എന്താ സംഭവിച്ചത്, പ്രൈസ് ഈ ലോയിനെ പിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൈസ് ഈ ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഷോർട്ട് ചെയ്ത ആളുകളുടെ എല്ലാം ലോസ് മാർക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ടാവും, ഈ ഒരു ഹൈയിൽ എടുത്തിട്ട് മാർക്കറ്റ് കയറിപ്പോയി. എന്നാൽ ഈ സപ്പോർട്ടിൽ ബൈ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാരണങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക, എന്തൊക്കെ കാരണങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക, നിങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് അറിയാം. ഏകദേശം നിങ്ങൾ ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഹൈയും ക്രിയേറ്റ്, ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പിന്നെ ഇവിടെ റേഞ്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ എന്ത് മെത്തേഡിലായിരിക്കും ഇവിടെ ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുക എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ നമുക്ക് പോയിട്ട് ചാർട്ടിൽ പോയിട്ട് ടെക്നിക്കൽ അനലൈസ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ട്രാപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് പൊതുവേ ആളുകൾ ചെയ്യുന്നത് റെസിസ്റ്റൻസ് എത്തുമ്പോൾ എം പാറ്റേൺ, സപ്പോർട്ടിൽ എത്തുമ്പോൾ ഡബ്ല്യു പാറ്റേൺ. ഇതാണല്ലോ കൂടുതൽ ആളുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്, സപ്പോർട്ട് ചെയ്തും ബൈ ചെയ്യാനായിട്ട് ട്രെൻഡ് റിവേഴ്സൽ നോക്കാം. അപ്പം നിങ്ങൾ ഇവിടെ നോക്കണം എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം സപ്പോർട്ടിലെത്തുമ്പോൾ ബൈ ചെയ്യാനായിട്ട്. നിങ്ങൾ ഇവിടെ ഒരു സിനാരിയോ ഉണ്ടോ, ഈ ഒരു റെസിസ്റ്റൻസിനെ പ്രൈസ് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, എഗെയിൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ വന്ന് പ്രൈസ് കയറി നേരെ വരുന്നു, എസ് എൽ അടിക്കുന്നു. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അനാലിസിസിൻ്റെ കുഴപ്പമാണ്. പക്ഷേ ശരിക്കും നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾ ചാർട്ടിനെ റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡിൻ്റെ കുഴപ്പമാണ് ഇതെന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള രീതികളിൽ ചാർട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പിൽ ട്രേഡ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അഗെയിൻ നമ്മൾ ഇവിടെയൊക്കെ നോക്കി ഈ ഒരു സിനാരിയോയിൽ നമുക്ക് എവിടെയൊക്കെ ട്രേഡുകൾ കിട്ടുമെന്ന് നോക്കിയേ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടും കൂടെ എടുക്കാം, ഇവിടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ട്. ഓക്കെ, പ്രൈസ് എഗെയിൻ ലോ അടിക്കുന്നു. ഓക്കെ, ലോയിലേക്ക് വന്നു, എഗെയിൻ ഇതൊരു ഹൈ ആയിട്ട് എടുക്കും, അത് കഴിഞ്ഞ് ഒരു ലോ ആയിട്ട് എടുക്കും, ഇവിടെ കയറും, ഇവിടെ ബൈ ചെയ്യുന്നവരുണ്ടാവും. ഏകദേശം ഈ ലെവലായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ടാർഗറ്റ് വെക്കും. ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് നേരെ പോയി ടാർഗറ്റ് അടിക്കും. എത്രയോ നേരം വെയിറ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിടുക, ആ ട്രേഡ് നിങ്ങൾക്ക് ടാർഗറ്റ് അടിക്കും. എഗെയിൻ നമ്മൾ അടുത്തത് അടുത്തത് അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇവിടെ മാർക്കറ്റ് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു, ഈ ഒരു വലിയ ക്യാൻഡിലിനുള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ആ ലോ ബ്രേക്ക് ചെയ്യുന്നു, മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു. ഈ ഒരു ലോജിക്ക് എടുക്കുന്നവർക്ക് ഇവിടെ ഒരു ട്രേഡ് കിട്ടും, അല്ലാത്തവർക്ക് അങ്ങനെ ട്രേഡുകൾ കിട്ടത്തില്ല. എഗെയിൻ നമുക്ക് സപ്പോർട്ടിനെ മാത്രം നോക്കാം, സപ്പോർട്ട് 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 നോക്കിയാൽ ടെക്നിക്കൽ അനലൈസ് കൊണ്ട് നിങ്ങൾ ട്രാപ്പിലാക്കുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് നോക്കണം. നമുക്ക് ലെവൽസ് ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. ഓക്കെ, ഈ ഒരു ലെവൽ നമ്മൾ എടുക്കുന്നു, അഗെയിൻ ഈ ലെവൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു, അഗെയിൻ ഇതും നമ്മൾ ഡിലീറ്റ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള ലെവൽസ് മാത്രം എടുത്തു. നിങ്ങൾക്ക് ലെവൽസ് വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെവൽ വരയ്ക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആവും. ഓക്കെ, ഇവിടെ ഇത്രയും ഏരിയ നമ്മൾ എടുത്തതിൽ ഇത്രയും ഏരിയയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ ഏതൊക്കെ മെത്തേഡുകളായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക, സപ്പോർട്ടിൽ വരുമ്പോൾ ബൈ ചെയ്യാനും റെസിസ്റ്റൻസ് എത്തുമ്പോൾ സെല്ല് ചെയ്യാനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് കഴിഞ്ഞുകൊണ്ട് ഇവിടെ എം പാറ്റാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ അവിടെ ട്രേഡ് എടുക്കുക, കാരണം ഇവിടെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബുള്ളിഷാണ്. നിങ്ങൾ അവിടെ പോയിട്ട് സെല്ല് ചെയ്യുമോ, ഒരു കാരണവശാലും നിങ്ങൾ സെല്ല് ചെയ്യില്ല. നിങ്ങൾ ഇവിടെ എന്താക്കുമെന്ന് അറിയാമോ, നിങ്ങൾ ഈ ഒരു സിനാരിയോ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ബൈ ചെയ്യാൻ നിങ്ങൾ നോക്കുകയുള്ളൂ. ഓൾറെഡി മാർക്കറ്റ് ട്രാവൽ ചെയ്തതാണ്, ഇവിടുന്ന് മാർക്കറ്റ് നല്ലൊരു ട്രാവൽ നടത്തി നിങ്ങളിവിടെ പോയി ബൈ ചെയ്യും, നേരെ വരും എസ് എൽ അടിക്കും. ഓക്കെ, അത് വേറൊരു കാര്യം. ആൻഡ് അഗെയിൻ അടുത്ത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ട്രക്ചർ കാണുന്നു, ഇവിടെ സപ്പോർട്ട് ഉണ്ട്, അഗെയിൻ ഈ സപ്പോർട്ടിലേക്ക് പ്രൈസ് വരുന്നു. ഈ ഡബ്ല്യു പാറ്റേൺ എങ്ങനെയാണ് വാലിഡ് ആകുന്നത് എന്നുള്ള കാര്യം നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് വരും. ഈ ഒരു ഞാനിപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡബ്ല്യു പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾക്ക്
നല്ല ട്രേഡ് കിട്ടും. ഒന്ന് എന്താക്കി, ഇവിടെ നല്ല രീതിയിൽ മൊമെൻ്റ് നടത്തി. ഈ മൊമെൻ്റോ എന്ന് പറയുന്നത് ബയേഴ്സ് സ്ട്രോങ് ആണ്, ബയ്യേഴ്സ് സ്ട്രോങ് ആണ്. ഈ സ്ട്രോങ് ആയ ബയ്യേഴ്സിനെ പൊളിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് സെല്ലേഴ്സ് വരുന്ന എത്ര സമയം എടുത്തിട്ടാണ്, എത്രയോ സമയം എടുത്തു നിങ്ങൾ നോക്കിയേ. വളരെ വീക്കാണ് ഈ ഒരു സിനാരിയോയിൽ സെല്ലർ. ഈ സെല്ലർ വരുന്നത് എങ്ങോട്ടാണ്? ബയ്യർ ഡബിൾ പവർ കാണിച്ചൊരു സ്ഥലത്തേക്കാണ് ഇവന്മാർ മാർക്കറ്റിനെ കൊണ്ടെത്തിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും ബയ്യർ ആക്റ്റീവായിട്ട് ബയ്യർ മാർക്കറ്റിനെ മേലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഒരു മെത്തേഡ് നിങ്ങൾ നോക്കണം. തൊട്ട് മുന്നേ നടന്ന സിനാരിയോവും അത് കഴിഞ്ഞിട്ട് നടന്ന സിനാരിയോവും കറൻ്റ്ലി നടക്കുന്ന സിനാരിയോയും തമ്മിൽ അനലൈസ് ചെയ്തിട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യണം. ഇവിടെ മാർക്കറ്റ് ലോ എടുക്കുന്നു, ഹൈ എടുക്കുന്നു, ലോ എടുക്കുന്നു. ഈ ലോവിനെ ചലഞ്ച് ചെയ്യാതെ നെക്സ്റ്റ് ഹൈ എടുത്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ നെക്സ്റ്റ് ടാർഗറ്റ് വെക്കുന്നത്. ഞാൻ പറയുന്ന ഈ ഒരു ട്രേഡ് എടുത്തെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് വരുന്നത് ഏകദേശം ഈ ഒരു ലെവലായിരിക്കും നിങ്ങളുടെ ടാർഗറ്റ് വരിക. ഓക്കെ, നിങ്ങളുടെ ടാർഗറ്റ് വരുന്നത് ഈ ഒരു ലെവലായിരിക്കും ഡെഫിനറ്റ്ലി. പ്രീവിയസ്ലി എവിടെ നിന്നാണോ മാർക്കറ്റ് വീണത് അവിടെ ആയിരിക്കും നിങ്ങൾ ടാർഗറ്റ് വെക്കുക. നിങ്ങൾ ടാർഗറ്റ് വെക്കും, മാർക്കറ്റ് നേരെ പോകും. ഈ ടാർഗറ്റ് എടുക്കാതെ മാർക്കറ്റ് താഴത്തേക്ക് വരും. നിങ്ങൾക്ക് എൻട്രി കിട്ടി, SL കിട്ടി, ടാർഗറ്റ് ഒക്കെ ഒരു പ്ലേസും കിട്ടി. പക്ഷേ മാർക്കറ്റ് ടാർഗറ്റ് അടിക്കുന്നില്ല. മാർക്കറ്റ് എന്താക്കി, ആ ടാർഗറ്റിന് തൊട്ട് മുന്നേ നിന്ന് മാർക്കറ്റ് സ്ലിപ്പാകും താഴത്തേക്ക്. എങ്ങനെ സ്ലിപ്പായി നിങ്ങളൊന്ന് നോക്കി. ഈ ഒരു മൊമെൻ്റം മാർക്കറ്റ് നടത്തിയത് ഏതാണ്? ഈ ഒരു മൊമെൻ്റം മാർക്കറ്റ് നടത്തിയത് പ്രീവിയസ്ലി ഉണ്ടായ ഹൈയിനെ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തു. എങ്ങനെയാണ്? സോറി, ഹൈ അല്ല, പ്രീവിയസ്ലി ഉണ്ടായ ലോയിനെ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് മേലേക്ക് കയറിയതുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു മൊമെൻ്റം നടത്തിയത്. എന്നാൽ മാർക്കറ്റ് ഇവിടെയും നടത്തിയത് എന്താണ്? പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഹൈയിനെ മാർക്കറ്റ് ഷിഫ്റ്റ് ഡൗൺ ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് വന്നത്. കിട്ടുന്നുണ്ടോ? പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ലോ ഷിഫ്റ്റ് ചെയ്ത് കയറ്റി, അവിടുന്ന് മാർക്കറ്റ് മൂവ് നടത്തി. ഇവിടെ എന്താക്കി? പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഹൈയിനെ ഷിഫ്റ്റ് ഡൗൺ ചെയ്തിട്ട് മാർക്കറ്റ് അവിടുന്ന് താഴത്തേക്ക് വരുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾ മാർക്കറ്റിനെ റീഡ് ചെയ്യാനായിട്ട് പഠിക്കണം. കിട്ടുന്നുണ്ടോ? എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? നിങ്ങൾ അവിടെ ടാർഗറ്റ് ഇട്ട് പോയിരുന്നെങ്കിൽ മാർക്കറ്റ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുത്തേനെ. മാർക്കറ്റ് നേരെ വരുന്നു. എത്രയോ സമയം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ട്രേഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത്. നോക്കി, ഏകദേശം സമയം 3:30 AM ആണ്. അടുത്തത് നടക്കുന്നത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് 1 PM അപ്പം ഇതാണ് ഓവറോൾ മാർക്കറ്റിൽ. ഇതിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ള സമയമില്ല. പക്ഷേ ആസ് പെർ ദ ചാർട്ട് ഞാൻ പറയുന്നത് ഈ ഒരു രീതിയിൽ അനലൈസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കും അവിടെ നടക്കുക? നിങ്ങൾ പെട്ടുപോകും. നിങ്ങൾ ഓർക്കും ഇതെന്താ സംഭവം, നമ്മളിതിൻ്റെ അകത്തൊക്കെ ഓരോ ട്രേഡുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് നമ്മുടെ അനലൈസിൻ്റെ കുഴപ്പമാണോ ഒക്കെ. നിങ്ങൾ ചാർട്ടിനെ റീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് മാർക്കറ്റിനെ റീഡ് ചെയ്യുന്ന പോലെ, ഒരു പെൺകുട്ടിയെ റീഡ് ചെയ്യുന്ന പോലെയാണ് മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണത്, നടക്കത്തില്ല. ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് എന്താക്കിയെന്ന് നോക്കിയേ. മാർക്കറ്റ് പ്രോപ്പറായിട്ട് സെല്ലിങ് തരുന്നുണ്ട്. ആ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് നമ്മളിവിടെ ഷോർട്ട് ചെയ്യുക? എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഷോർട്ട് ചെയ്യുക? എന്ത് കാരണം കൊണ്ട് നമ്മളിവിടെ ഷോർട്ട് ചെയ്യും? നമുക്കിവിടെ ഷോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. കണ്ടോ, മാർക്കറ്റ് ഇവിടെത്തി ഫോളായി, ഫോളായി. ഓക്കെ, ഈ ടെക്നിക്കൽ അനലൈസിനെ പറ്റി പറയുന്നവരൊന്നും നിങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു തരത്തില്ല. ചാർട്ട് റീഡ് ചെയ്തോ, പ്രോപ്പറായിട്ട് സപ്പോർട്ടിൽ വരുന്ന റിയാക്ഷൻസ് നോക്കിക്കോ, നിങ്ങൾ ട്രേഡ് ചെയ്യാമെന്നൊക്കെ നിങ്ങളോട് പറയും. എഗെയിൻ ഈ ഒരു ലെവലൊക്കെ പലരും എടുക്കും. പക്ഷെ എടുക്കും, നിങ്ങൾ എങ്ങനെയായിരിക്കും ഇവിടെ ഒന്ന് സെല്ല് ചെയ്യാൻ നോക്കി. ഇവിടെ നമുക്ക് നല്ലൊരു മൊമെൻറ്റം കിട്ടി, നല്ല മൊമെൻറ്റം വന്നു. പക്ഷെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇവിടെ സെല്ല് ചെയ്യുക? ഇവിടെ സെല്ല് ചെയ്യുന്നത് എങ്ങനെ സെല്ല് ചെയ്യും? നിങ്ങൾക്ക് എന്ത് കൺഫർമേഷനാണുള്ളത് സെല്ല് ചെയ്യാനായിട്ട്? സെല്ല് ചെയ്യാതിരിക്കാനുള്ള കൺഫർമേഷൻസും സെല്ല് ചെയ്യാനുള്ള കൺഫർമേഷൻ നമുക്ക് ഇവിടെ നോക്കണം. ഇവിടെ നമുക്ക് എന്താക്കി, നല്ല ബൈയിങ് പ്രഷറാണ്. ഇവിടെ എന്താണ്, നല്ല രീതിയിലുള്ളൊരു കൺസോൾട്ടേഷൻ നടന്നു, ബ്രേക്ക് ഔട്ട് കിട്ടി. ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് എങ്ങോട്ടാണ് നടക്കുന്നത്? ഫർദർ മൂവ് അങ്ങോട്ടാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഫർദർ മൂവ് എങ്ങോട്ടാണ് ബ്രേക്ക് ഔട്ട് കിട്ടിയത് അങ്ങോട്ടായിരിക്കും എന്നാണല്ലോ പൊതുവേ പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ കൺഫർമേഷൻ ഉണ്ട്, ഇവിടെ ബൈയിങ് കൺഫർമേഷൻ ഉണ്ട്. ഈ മൊമെൻറ്റം നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ എന്താക്കും? ഒരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും ചാടിക്കയറും. ഡിസിപ്ലിൻ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എസ്കേപ്പ് ആകും. അതിന് കാരണം ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുന്നില്ല. അല്ലാത്തവരാണെങ്കിൽ എന്താക്കും? ഈ ഒരു ക്യാൻഡിൽ ചാടിക്കയറും, നേരെ വരും, SL അടിക്കും. W പാറ്റേണിൻ്റെ പല എക്സാമ്പിൾ പറഞ്ഞിട്ട് ഒരേപോലെ W പാറ്റേൺ എത്ര സ്ഥലത്ത് കണ്ടു എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്യണം. W പാറ്റേണും M പാറ്റേണും കേട്ടോ.
ഇവിടെ നമുക്കൊരു ഡബ്ല്യു പാറ്റേൺ ആണ് കിട്ടുന്നത്. കണ്ടോ? ഡബ്ല്യു പാറ്റേൺ ആണ് കിട്ടുന്നത്. ഇതും നമുക്ക് ഡബ്ല്യു പാറ്റേൺ ആണ്. അടുത്ത എം പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എം പാറ്റേൺ നമുക്കിവിടെ റെസിസ്റ്റൻസ് ഉണ്ടല്ലേ, റെസിസ്റ്റൻസ് ഉണ്ട്. എം പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് കാണുന്ന പോലെ നിങ്ങളും കാണണം. ഇതുണ്ടോ? ഒരു ഹൈ എടുക്കുന്നു, ലോ എടുക്കുന്നു, ഹൈ എടുക്കുന്നു, ലോ. അതും എം പാറ്റേൺ ആണ്, റിവേഴ്സൽ പാറ്റേൺ ആണ്. ഒരു റെസിസ്റ്റൻസിൽ ഈ ഒരു സ്ട്രക്ചർ കാണിയത് ഷോർട്ട് ചെയ്തോണം. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ എടുക്കുക? ഇതുപോലെ നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഒരു പാറ്റേൺ കാണാൻ പറ്റത്തില്ല. ഇത് ഈ തവണ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കാണാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് അടുത്തത് നമുക്ക് നോക്കാം. ഇഷ്ടംപോലെ ലെവൽസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അടുത്തത് ഇവിടെ കണ്ടോ, ഒരു റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് പ്ലോട്ട് ചെയ്തു. എന്ത് ബേസിലായിരിക്കും നിങ്ങളിവിടെ ഷോട്ട് ചെയ്യുക? എസ് എം സിക്കാരാണെങ്കിൽ ഇതൊരു ഓർഡർ ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യുമ്പോൾ സെല് ചെയ്യും. അല്ലാതെ പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെ നിങ്ങൾ ഇതിനെ ഷോട്ട് ചെയ്യും? എങ്ങനെ ഷോട്ട് ചെയ്യും? ഇവിടെ ഒരു എന്താ പറയുക, ഒരു 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 ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിൽ വന്നതുകൊണ്ട് നിങ്ങൾ ഷോട്ട് ചെയ്യുമോ? എത്ര ഇൻവെർട്ടർ ഹാമർ നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്? എത്ര ക്യാൻഡിൽ നമ്മൾ ഞാൻ ഇതിൻ്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകാനുണ്ട്. ജസ്റ്റ് റഫായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിൽ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. കുറേ ആളുകൾ നിങ്ങളെ പറ്റിക്കുന്ന ഇതുകൊണ്ടാണ്. നോക്കിയേ, ഇതും ഒരു ഡബ്ല്യു പാറ്റേൺ ആണ്. ഇതൊരു റിവേഴ്സൽ സിഗ്നലാണ്. പ്രൈസ് കയറിയിട്ടുണ്ട്. പക്ഷേ ഈ റിവേഴ്സൽ സിഗ്നൽ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ട്രേഡ് അവിടെ എടുക്കുക? നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സെറ്റപ്പ് എന്ന് പറയുന്നത് പലർക്കും ഇല്ല. ഈ ഒരു ചാർട്ട് റീഡിങ്ങിൻ്റെ പുറകെ പോയി പലർക്കും ഒരു പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അടുത്തൊരു ഡബ്ല്യു പാറ്റേൺ കാണാൻ പറ്റും. ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണെന്ന്. ഇതുണ്ടോ? ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. മാർക്കറ്റിൽ റിവേഴ്സൽ നടന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഡബ്ല്യു പാറ്റേൺ ആണ്, റിവേഴ്സൽ പാറ്റേൺ ആണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇതുപോലുള്ള ഇതേ രീതിയിലുള്ള പാറ്റേൺ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ചിലപ്പോൾ വരും, ഈ ഇവിടം വരെ ആയിരിക്കും വിക്ക് വരുന്നത്. അതായത് എന്താ പറയുക, വിക്ക് താഴെയായിരിക്കും, എഗെയിൻ ഒരു ഹൈ എടുക്കും. ഇതായിരിക്കും കാണുക. അത് ഓരോ തവണയും ഓരോ രീതിയിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് അത് തിരിച്ചറിയാനും അവിടെ ട്രേഡ് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ഡബ്ല്യു പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്തവർക്ക് ഞാൻ ഒരു ഡബ്ല്യു പാറ്റേൺ കാണിച്ചു തരാം. ഒരു ലോ എടുക്കുന്നു, ഹൈ എടുക്കുന്നു, എഗെയിൻ ലോ എടുക്കുന്നു, ഹൈ എടുക്കുന്നു, ഒരു ഡബ്ല്യു പാറ്റേൺ. വേറെ ചിലർ എന്ത് ചെയ്യുന്നറിയോ? ലോ എടുക്കുന്നു, ഈ ഒരു ഹൈ എടുക്കും, ഡബ്ല്യു പാറ്റേൺ. ഇതും ഒരു ഡബ്ല്യു പാറ്റേൺ. വേറെ ചിലർക്ക് വേറൊരു പാറ്റേൺ കിട്ടും, എം പാറ്റേൺ. ഒരേ ഏരിയയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാറ്റേൺ മാർക്കറ്റ് കാണിച്ചു തരുന്നു. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിത് പ്രോപ്പറായിട്ട് അടുത്തത് ഞാൻ എന്താ പറയുക, ഇത് നോക്കിയേ, ഒരു റെസിസ്റ്റൻസ് ആണേ. റെസിസ്റ്റൻസ് ആണ്, ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, ബുള്ളിഷസ് കാണിച്ചു, ബൈ എടുത്തു, നേരെ വരുന്നു എസ് എൽ. എന്താക്കി? ഞാൻ സൂം ചെയ്ത് കാണിക്കാം. നിങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ അവരോടൊക്കെ നിങ്ങൾ ചോദിക്കണം. അതുകൊണ്ടോ ഹൈ എടുക്കുന്നു, ലോ എടുക്കുന്നു, ഇവിടെയൊക്കെ ഉറപ്പായിട്ടും ബൈ ചെയ്തിട്ടുണ്ടാകും. കാരണം തൊട്ട് മുന്നേ നമുക്ക് ബൈയിങ് പ്രഷർ കിടപ്പുണ്ട്. നമുക്ക് കിടപ്പുണ്ട്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, പ്രൈസ് എന്താക്കി, റീടെസ്റ്റ് ചെയ്തു, അവിടുന്ന് ബുള്ളിഷ്നസ് കാണിച്ചു, നേരെ വരുന്നു, എസ് എൽ അടിക്കുന്നു. എത്രയോ എക്സാമ്പിൾസ്, എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചാർട്ടിൽ എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് ഇല്ലെങ്കിൽ അടിച്ച് നമുക്ക് നല്ല പണി കിട്ടും. മാർക്കറ്റ് നമുക്ക് എടുത്തിട്ട് നമുക്കിട്ട് മാർക്കറ്റ് പണിഷ് ചെയ്യാം. നിങ്ങൾ നോക്കിയേ,
പ്രൈസിൻ്റെ ഏതൊക്കെ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് നിങ്ങൾ, പ്രൈസ് എപ്പോഴും മൂവ് ചെയ്യുന്ന ഈ ഒരു രൂപത്തിലായിരിക്കും, പ്രൈസ് എപ്പോഴും മൂവ് ചെയ്യുന്ന ഈ ഒരു രൂപത്തിലായിരിക്കും, എപ്പോഴും പ്രൈസ് മൂവ് ചെയ്യുന്ന ഈ ഒരു രൂപത്തിലായിരിക്കും. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ തന്നെ ഇവിടെ നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു, പ്രൈസ് കയറിപ്പോകുന്നു, പ്രൈസ് കയറിപ്പോകുന്നു. ഓക്കെ, ഒക്കെ എങ്ങനെയൊക്കെയാണ് പ്രൈസ് നമുക്കിട്ട് ഉൾട്ടയടിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്തത് എവിടെയാണുള്ളത്? അടുത്ത പാറ്റേൺ ഉണ്ടോ? അഗൈൻ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, കയറുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, കയറുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, മാർക്കറ്റ് ഒന്ന് ക്ലോസ് ആയി, വ്യത്യസ്ത മാർക്കറ്റ് ഓപ്പൺ ആവുന്നു, ആ ലെവല് മാർക്കറ്റ് ഫെയിലാകുന്നു. ഇങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്നത്. ഇതിലൊരു കെണിയുണ്ട്. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടാം. അല്ലെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ കൊണ്ട് മാത്രം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നോക്കിക്കേ, എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് ചെയ്യാനുള്ള കാരണം? മാർക്കറ്റ് ഇവിടെ ഫോളായി, ഇവിടെ ബൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്താ കാരണമുള്ളത്? നമുക്ക് പ്രൈസ് ആക്ഷൻ ഭയങ്കരമായിട്ട് നമ്മളെ പെടുത്തും. ഓക്കെ, ഇനിയുള്ള 1 by 1 ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോസിൽ ചേർക്കാം. വീഡിയോ ലോങ് ആയി പോയെന്ന് തോന്നുന്നു.